കർണാടകയിൽ ഒരു വല്ലാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പൂട്ടിയിട്ട വീടിനുള്ളിൽ 5 പേരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടം 85 വയസ്സുള്ള ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടേതാണെന്നാണ് നിഗമനം. മനേഷ് മൂർത്തി ചേർന്നു. മനേഷ് മൂർത്തി, 5 വർഷം ഒരു വീട്ടിൽ 5 അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു. ഇത്രയും കാലം ആ വീട് പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? സംഭവത്തിൽ ഈ ഘട്ടത്തിൽ ദുരൂഹതകളുണ്ടോ? സുഹൈൽ, ചിത്രദുർഗയിലെ ചല്ലക്കര ഗേറ്റിന് സമീപത്തെ വീട്ടിലാണ് അസ്ഥികൂടം കണ്ടെത്തുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അവിടെ വീടിന്റെ വാതിൽ പൊളിഞ്ഞു കിടക്കുന്നത് അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ അവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് 4 അസ്ഥികൂടങ്ങൾ ഒരു മുറിയിലും ഒരു അസ്ഥികൂടം മറ്റൊരു മുറിയിലും കണ്ടെത്തുന്നത്. അവിടെ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഈ കുടുംബത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ച് ഏത് ആയിരുന്നു കുടുംബത്തിന്റെ ജീവൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് നിലവിൽ, അതായത് അവിടെ താമസിച്ചിരുന്നു എന്ന ആളുകൾ എന്ന നിലയിലാണ് ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷേ ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ DNA പരിശോധനയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ, മരിച്ച ആളുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. 2019 ഇവരെ അവസാനമായി കണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത് പക്ഷെ പോലീസ് എന്തായാലും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ 2019 ശേഷം അങ്ങനെ അവിടെയുള്ള ആളുകളെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പോലീസ് ആ രീതിയിൽ കാണുന്നില്ല. വിശദമായ അന്വേഷണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് ചിത്രദുർഗ പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മരിച്ച ആളുകളെ സംബന്ധിച്ച് അത് ആ കുടുംബത്തിൽ താമസിച്ചിരുന്ന ആളുകൾ എന്ന നിലയിലാണ് ഈ 5 പേരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഫോറൻസിക് പരിശോധനയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമേ വിശദമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ശരി, മൃതദേഹം ആ കുടുംബത്തിന്റെ തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ മറ്റ് സയന്റിഫിക് സ്റ്റഡികളൊക്കെ നടത്തേണ്ടതുണ്ട്. ഒപ്പം ദുരൂഹത അങ്ങനെ തന്നെ കിടക്കുകയാണ്. 5 വർഷം മൃതദേഹങ്ങൾ അഴുകുന്ന ഘട്ടത്തിൽ പോലും അയൽവാസികൾ അറിഞ്ഞിരുന്നില്ല എന്നത് വല്ലാത്ത ആശ്ചര്യം തോന്നിക്കുന്ന കാര്യമാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.